നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി കാലത്ത് പി ശശി ആഭ്യന്തര വകുപ്പിന്റെ വളയം പിടിച്ചതുപോലെയല്ല. ഇപ്പോൾ ആ വകുപ്പ് കരുത്തുള്ള കരങ്ങളിലാണ്. അത് വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. CPM കൂട്ടത്തിന് തുടരെ പണി കൊടുത്ത് ആഭ്യന്തരമന്ത്രി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ നടപടിയെടുത്ത് പണി കൊടുത്തു. പിന്നാലെ കാഫിർ സ്ക്രീൻഷോട്ടിലും വളഞ്ഞിട്ടാണ് പൂട്ടിയത്. കേസിൽ നിർണായക അറസ്റ്റായിരുന്നു DYFI നേതാവ് ജിതിൻ ഭാസ്കറിൻ്റേത്. ഇതോടെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിന്റെ യഥാർത്ഥ ആസൂത്രകനിലേക്ക് ചെന്നിത്തല പോലീസ് തൊട്ടടുത്തെത്തിയതായി സൂചന. ജിതിന്റെ നാവിൽ നിന്ന് CPM ഉന്നതരുടെ പേരുകൾ പുറത്തു വന്നു എന്നാണ് ചില സൂചനകൾ വരുന്നത്. മാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ട് KK ലതിക സഖാത്തിയെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പായും കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഏതോ ഉന്നതനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഈ കേസിൽ ഇപ്പോൾ നിന്ന് വിറയ്ക്കുകയാണ് CPMകാർ. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ വമ്പൻ ജയത്തിനും ശൈലജ ടീച്ചറിന്റെ തോൽവിക്കും കാരണമായത് കാഫിർ സ്ക്രീൻഷോട്ടായിരുന്നു. വർഗീയ ശക്തികളുമായി ഒരു സന്ധിയുമില്ലെന്ന് കവലപ്രസംഗങ്ങളിൽ ഗീർവാണം അടിക്കുന്നവർ വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു കാണിച്ചു. ശൈലജ ടീച്ചറിനെ തോൽപ്പിച്ചത് അവിടെ പ്രചാരണത്തിന് ചെന്നിറങ്ങിയ CPM കൂട്ടം തന്നെയായിരുന്നു. ഷാഫിയുടെ മൈലേജ് കുത്തനെയാണ് കൂട്ടിക്കൊടുത്തത്. ഷാഫിയെ വർഗീയവാദിയായി ചിത്രീകരിച്ച് തോൽപ്പിക്കാൻ CPM നുണ ഫാക്ടറിയിലൂടെ പുറത്തേക്ക് ചീറ്റിയ വിഷം ശൈലജ ടീച്ചർക്കിട്ടാണ് തിരിച്ചടിച്ചത്. അന്നേ ഷാഫി പ്രഖ്യാപിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ളവന്മാരെ തൂക്കുമെന്ന്. എല്ലാ കാലത്തും വിജയനായിരിക്കില്ല ഭരണത്തെന്നും ഷാഫി പറഞ്ഞു. അത് അക്ഷരം പ്രതി ശരിയായി. അധികാരത്തിലേറിയ UDF CPM കൂട്ടത്തിന് ഒന്നൊന്നായി പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിലായതിനു പിന്നാലെ അണിയറയിൽ നടന്ന വൻ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ചുരുളഴിക്കാൻ ആഭ്യന്തര വകുപ്പ് നേരിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെയും ഭരണതലത്തിലെയും ഉന്നതന്മാരിലേക്ക് അന്വേഷണം നീളുന്നതോടെ വരും ദിവസങ്ങളിൽ വൻ സ്രാവുകൾ വലയിലാകുമെന്നാണ് സൂചന. ജിതിൻ ഭാസ്കർ തന്റെ മൊബൈൽ ഫോൺ പൂർണ്ണമായും റീസെറ്റ് ചെയ്ത് വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞത് വെറുതെ അല്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CPM ഭരണ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത നേതാവിന്റെ അടുത്ത ബന്ധുവാണ് ജിതിന് ഈ സ്ക്രീൻഷോട്ട് ആദ്യം കൈമാറിയതെന്ന ശക്തമായ സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഈ വമ്പൻ സ്രാവിനെ നിയമത്തിന് മുന്നിൽ എത്തിക്കാതിരിക്കാനും കേസിന്റെ യഥാർത്ഥ ഉറവിടം മൂടിവെക്കാനുമാണ് ഫോൺ റീസെറ്റ് ചെയ്ത് തെളിവ് നശിപ്പിച്ചിരിക്കുന്നത്. ജിതിൻ ഭാസ്കറിന് ഈ വിവാദ സന്ദേശം ലഭിച്ച സ്രോതസ് തേടിയുള്ള അന്വേഷണം ചെന്നിത്തലയുടെ പോലീസ് ശക്തമാക്കിയതോടെയാണ് പാർട്ടി നേതൃത്വം കടുത്ത പ്രതിരോധത്തിലേക്ക് വീണിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ബോധപൂർവം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നിർമ്മിച്ച ഈ വ്യാജ ചിത്രം ജിതിനിലേക്ക് എത്തിയത് സാധാരണ ഒരു പാർട്ടി അണിയുടെ പക്കൽ നിന്നല്ല എന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ സൈബർ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ഉന്നതന്റെ നിഴലിലുള്ള വ്യക്തിയിലേക്ക് തന്നെയാണ് അന്വേഷണത്തിന്റെ മുന നീളുന്നത്. യഥാർത്ഥ പ്രതിയെ സംരക്ഷിക്കാൻ ജിതിനുമേൽ വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായിരുന്നതായിട്ടാണ് സൂചന. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പല നിർണായക വിവരങ്ങളും ജിതിൻ ആദ്യം മറച്ചുവെക്കാൻ ശ്രമിച്ചതും ഫോൺ റീസെറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതും ഈ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് പോലീസ് സംശയിക്കുന്നു. എന്നാൽ ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഈ കള്ളക്കളി പൊളിച്ചെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിന്റെ തുടക്കം മുതൽ തന്നെ വിവാദ ചിത്രം സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച CPM മുൻ നിയമസഭാ അംഗം KK ലതികയെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടി വരുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. വ്യാജ സ്ക്രീൻഷോട്ടാണെന്നറിഞ്ഞിട്ടും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിലും അതിന്റെ ഉറവിടം വ്യക്തമാക്കാത്തതിലും ലതികയുടെ പങ്ക് കൃത്യമായി അന്വേഷിക്കും. ലതികയ്ക്ക് ഈ ചിത്രം എവിടെ നിന്ന് ലഭിച്ചു എന്നതും ജിതിൻ ഭാസ്കറുമായി ഇവർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്നതും പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. ഉന്നത നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെട്ട രഹസ്യ ഗ്രൂപ്പുകളിലാണ് ഈ സന്ദേശം ആദ്യം പ്രചരിച്ചത് എന്നതിനാൽ KK ലതികയെ ചോദ്യം ചെയ്യുന്നത് കേസിലെ ഏറ്റവും നിർണായക വഴിത്തിരിവാകും. ജിതിൻ ഭാസ്കറിന്റെ ഫോണിലെ വിവരങ്ങൾ മായ്ച്ച് റീസെറ്റ് ചെയ്തതായി പോലീസിന്റെ കടുത്ത ചോദ്യം ചെയ്യലിൽ ഒടുവിൽ പ്രതിക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ജില്ലാ ശാസ്ത്രീയ പരിശോധനശാലയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഫോൺ പൂർണ്ണമായും റീസെറ്റ് ചെയ്തതായി കണ്ടെത്തിയത്. ഇതോടെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനുള്ള ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കുക എന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ജിതിൻ ഭാസ്കറിന്റെ ഫോണിലെ ഡേറ്റ പൂർണ്ണമായും വീണ്ടെടുക്കാനായി
തിരുവനന്തപുരത്തെ ശാസ്ത്രീയ പരിശോധനാശാലയിലേക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി കോടതിയിൽ അടിയന്തര അപേക്ഷ നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫോൺ റീസെറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള വാട്സാപ്പ് ചാറ്റുകളും ചിത്രങ്ങളും വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് സൈബർ വിദഗ്ധരുടെ പ്രതീക്ഷ. അതേസമയം ജിതിൻ ഭാസ്കർ അറസ്റ്റിലായതോടുകൂടി CPM ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടികൂടി തലയിലിട്ടെല്ലാം കൊടുക്കാം എന്നുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും ഇത് വേട്ടയാടലാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPMകാർ ഒരു വഴിക്ക് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ജിതിനെ കിട്ടണം, അതാണ് അവരുടെ ആവശ്യം. കാരണം ജിതിനിൽ നിന്ന് മറ്റുന്നതരിലേക്കാണ് ഈ അന്വേഷണം പോകുന്നതെന്ന് CPM ഭയക്കുന്നുണ്ട്. എന്തായാലും ഈ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ചില ഉന്നതന്മാരുടെ കളികളുണ്ട്. ഷാഫിയെ അവിടെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഷാഫി ഒരു വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കാനുള്ള നീക്കമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ നടന്നിരിക്കുന്നത്. എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ ഏത് ആലയിൽ നിന്നാണോ പുറത്തേക്ക് വന്നത് അവിടേക്ക് തന്നെയാണ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിലാകുന്നത് മുഴുവൻ DYFI പ്രവർത്തകരാണ്. ജിതിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഉന്നത നേതാവിന്റെ ബന്ധുവുമായുള്ള ഇടപാടുകളും KK ലതിക ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഗൂഢാലോചനയിലുള്ള പങ്കും പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് പോലീസ് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഭരണമാറ്റത്തിന് ശേഷം ആഭ്യന്തര വകുപ്പ് ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ കേസ് അട്ടിമറിക്കാനുള്ള CPM കേന്ദ്രങ്ങളുടെ എല്ലാ നീക്കങ്ങളും പാളുകയാണ്. സ്വന്തം സൈബർ പോരാളിയുടെ അറസ്റ്റും നേതാക്കളുടെ ബന്ധുക്കളിലേക്ക് അന്വേഷണം നീളുന്നതും പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടുന്നതുവരെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP രംഗത്ത് വന്നിരുന്നു. നാടിന്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയിസൺ നിറച്ച് CPM എറിഞ്ഞ ഒരു ബോംബായിരുന്നു ഈ വ്യാജ സ്ക്രീൻഷോട്ട് എന്ന് ഷാഫി ആരോപിച്ചു. എന്നാൽ പൊതുസമൂഹം ഒരു ബോംബ് സ്ക്വാഡായി മാറി ഇത് മുൻകൂട്ടി കണ്ടെത്തുകയും ഡിഫ്യൂസ് ചെയ്യുകയും ചെയ്തുവെന്ന് ഷാഫി കൂട്ടിച്ചേർത്തു. കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ നിയമപരമായി പുറത്തു കൊണ്ടുവരാൻ മുൻകൈയെടുത്ത കേരള പോലീസിന് നാടിന്റെ ജനതയ്ക്ക് വേണ്ടി താൻ നന്ദി പറയുകയാണെന്നും ഷാഫി പറഞ്ഞു. ഈ കേസിൽ മുൻ MLA പാറക്കൽ അബ്ദുള്ള നടത്തിയ സജീവമായ ഫോളോ അപ്പുകളെ ഷാഫി പറമ്പിൽ പ്രത്യേകം പരാമർശിച്ചു. പല കോണുകളിൽ നിന്നും നിശിതമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക എന്നത് നാടിനോട് ചെയ്യേണ്ട നീതിയാണെന്ന തിരിച്ചറിവിലാണ് പാറക്കൽ അബ്ദുള്ള നിയമ പോരാട്ടത്തിന് തുടക്കമിട്ടതെന്ന് ഷാഫി പറഞ്ഞു. ആരോപണം ഉയർന്ന സമയത്ത് ആരും തകർന്നു പോകാവുന്ന സാഹചര്യത്തിൽ തന്റെ സത്യസന്ധത കൈമുതലാക്കി സ്വന്തം ഫോണുമായി നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ കാണിച്ച മുഹമ്മദ് കാസിം എന്ന ചെറുപ്പക്കാരന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായെന്നും ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിച്ചു. CPM പ്രവർത്തകർ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ബോംബ് നിർമ്മാണത്തിനിടയിൽ ആളപായം ഉണ്ടായാലോ പാർട്ടിക്കതിൽ പങ്കില്ലെന്ന നിലപാടാണ് സാധാരണ അവർ സ്വീകരിക്കാറുള്ളതെന്ന് ഷാഫി പരിഹസിച്ചു. എന്നാൽ UDF അനുഭാവികൾ ഒരു ചെറിയ കമന്റ് ഇട്ടാൽ പോലും സോണിയാഗാന്ധി വരെ മറുപടി പറയണമെന്ന മട്ടിലായിരുന്നു അവരുടെ സമീപനം. ഈ കേസിൽ തങ്ങൾ തുടക്കത്തിലെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അന്നത്തെ LDF സ്ഥാനാർത്ഥി മുതൽ കഴിഞ്ഞ ദിവസം വരെ പ്രതികരിച്ച LDF കൺവീനർ, പാർട്ടി സെക്രട്ടറി, DYFI നേതാക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടി സംവിധാനവും ഈ വ്യാജ നിർമ്മിതിയെ സ്വന്തം അജണ്ടയായി ഏറ്റെടുത്ത് കള്ളപ്രചാരണത്തിന് പിന്നാലെ ഓടുകയായിരുന്നു. സ്വയം ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കി അതിൽ മറ്റുള്ളവരുടെ പേരിൽ വലിയ രോഷം കൊള്ളുകയും തങ്ങളെപ്പോലുള്ളവരെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ഹീനമായ ശ്രമം നടത്തുകയുമാണ് CPM ചെയ്തതെന്ന് ഷാഫി കുറ്റപ്പെടുത്തി. ഇപ്പോൾ നിയമപരമായ ഒരു തിരിച്ചടി കൂടിയാണ് CPM നേരിട്ടിരിക്കുന്നത്. എന്നാൽ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. CPM ഒരു കമ്മ്യൂണൽ പോയിസൺ ആവാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം പറയുന്നുണ്ട്. ഈ വ്യാജ സ്ക്രീൻഷോട്ട് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചവരെ കൂടി കേരളത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കേരളത്തിലെ പോലീസിന് വിചാരിച്ചിരുന്നുവെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഈ കേസ് 2 വർഷത്തോളമാണ് നീട്ടിക്കൊണ്ടുപോയത്. ഏതെങ്കിലും ഒരു UDF പ്രവർത്തകൻ ഇതിൽ പങ്കുണ്ടായിരുന്നുവെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് എപ്പോഴേ നടപടിയെടുക്കുമായിരുന്നു. DYFI നേതാവായ റിബേഷിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതിന് പിന്നിലെ കാരണം വ്യക്തമാണ്. ഇത് താഴെത്തട്ടിൽ ആരുടെയെങ്കിലും തലയിൽ വിരിഞ്ഞ ബുദ്ധിയല്ല, മറിച്ച് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന്റെയും അന്നത്തെ ഭരണ നേതൃത്വത്തിന്റെയും അറിവോടെ വടകരയുടെ മണ്ണിൽ വിഷം കലർത്താൻ നടത്തിയ ബോധപൂർവമായ ശ്രമമാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചത്. CPMന്റെ ഇത്തരം തന്ത്രങ്ങൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് MP ചൂണ്ടിക്കാട്ടി.
TP ചന്ദ്രശേഖരനെ കൊല്ലാൻ ഉപയോഗിച്ച വാഹനത്തിൽ മാഷാ അള്ള സ്റ്റിക്കർ ഒട്ടിച്ചതും ഫസലിനെ കൊലപ്പെടുത്തിയ ശേഷം ചോര പുരണ്ട തൂവാല അമ്പലപ്പറമ്പിലേക്ക് എറിഞ്ഞതും നാട് മറന്നിട്ടില്ല. വടകരയിൽ രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനും നാടിന്റെ ഐക്യം തകർക്കാനും CPM നേതാക്കൾ ശ്രമിച്ചപ്പോൾ അതിന് നിന്നുകൊടുക്കാതിരുന്ന വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ആദരിക്കുന്നതായും ഷാഫി പറമ്പിൽ പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പരൽ മീനുകളെ അറസ്റ്റ് ചെയ്താൽ കേസ് അവസാനിക്കാൻ പോകുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു. ഉന്നത നേതാക്കളുടെ അറിവോടും ആശീർവാദത്തോടും കൂടിയാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ പറഞ്ഞു. നിർമ്മിച്ച ആളുകളെയല്ല അറസ്റ്റ് ചെയ്യേണ്ടത്, പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളെയാണ്. അവരിലേക്ക് അന്വേഷണം പോകണം. ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റിൽ സന്തോഷമുണ്ട്. എന്നാൽ സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചു, ആരൊക്കെ നേതൃത്വം കൊടുത്തു, ഏതൊക്കെ നേതാക്കന്മാരാണ് ഇതിൽ ഉൾപ്പെട്ടത് തുടങ്ങിയവയും അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ MLAയുടെയും ഏരിയ സെക്രട്ടറിയുടെയും ഉൾപ്പെടെ പേരുകൾ കേസിൽ ഉയർന്നു കേട്ടതാണ്. ഏരിയ സെക്രട്ടറി പോസ്റ്റ് ഇപ്പോഴും റിമൂവ് ചെയ്തിട്ടില്ല. ഇദ്ദേഹമാണ് സ്ക്രീൻഷോട്ട് കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത്. അവരെ കൂടി പ്രതി ചേർക്കണം. ഇതൊരു വ്യക്തിയുടെ തലച്ചോറിൽ നിന്ന് വന്ന ബുദ്ധിയല്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും 10 വോട്ട് നേടാനുമുള്ള പരീക്ഷണമായിരുന്നു. വർഗീയ പ്രചാരണമായിരുന്നു ലക്ഷ്യമെന്നും VP ദുൽകിഫിൽ ആരോപിച്ചു. ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നും യഥാർത്ഥ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ മുൻപിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പങ്കുവച്ചതായിരുന്നുവെന്നും ഇതിന്റെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്തുക അസാധ്യമാണെന്നുമുള്ള നിലയിൽ കഴിഞ്ഞ സർക്കാർ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതായത് കേസിൽ ഉൾപ്പെട്ടത് DYFIയും CPIMകാരുമൊക്കെ ആയതുകൊണ്ട് പിണറായി സർക്കാർ എല്ലാം അങ്ങ് പൂഴ്ത്താനാണ് ശ്രമിച്ചത്. പിന്നീട് പ്രത്യേക അന്വേഷണം രൂപീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വടകര സ്ക്വാഡ് എന്ന പേരിലുള്ള ഗ്രൂപ്പിൽ നിന്നാണ് റിബേഷിന് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയതെപ്പോഴാണ് UDF സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ജിതിൻ ഭാസ്കറിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിയതിനു ശേഷം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. അങ്ങനെയുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ. എന്തായാലും ജിതിനിൽ നിന്ന് മറ്റുള്ളവരുടെ പേരുകൾ പുറത്തു വരും എന്നുള്ളത് തന്നെ വ്യക്തമാകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരിപ്പിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമിനെയാണ് ആദ്യം പോലീസ് പ്രതി ചേർത്തത്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടായി. കേസിൽ UDFകാർക്ക് പങ്കില്ല എന്ന് പിന്നീട് തെളിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ സ്ക്രീൻഷോട്ടിന് പിന്നിലെ തലകൾ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കം തുടങ്ങിയത്. എന്നാൽ അത് ശക്തമായത് UDF സർക്കാർ അധികാരം ഏറ്റെടുത്തതോടുകൂടിയാണ്. ഇതോടെയാണ് കേസിൽ DYFIയും CPMകാരും ഓരോരുത്തരായി അകത്തായി തുടങ്ങിയിരിക്കുന്നത്. ഉന്നതരിലേക്ക് ഉടൻ അന്വേഷണം എത്തിച്ചേരുമെന്നും ഈ അന്വേഷണം ഒരു തരത്തിലും പാളിപ്പോകില്ല എന്ന് KPCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും പ്രതികരിച്ചു. അന്വേഷണത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും കേവലം ഒരു DYFI നേതാവ് വിചാരിച്ചാൽ ഇത്തരം സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാകില്ല എന്നും പ്രവീൺ കുമാറും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അടപടലം CPMന് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അധികാരം പോയതോടുകൂടി മുൻപ് അധികാരത്തിൽ ഇരുന്നപ്പോൾ മതിച്ചു പുളച്ച് കാണിച്ചതിൻ്റെ എല്ലാം പണി ഇപ്പോൾ ഒന്നൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.